ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും നേരം ഒരു ഹാങ് ഓവർ മാറാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനത്തെ സിനിമയാണ് ബ്രഹ്മയുഗം. നമുക്കറിയാം, മമ്മൂക്കാടെ സിനിമയാണ്. രാജു സദാശിവൻ ഭൂതകാലം ചെയ്ത ഡയറക്ടർ തന്നെയാണ് എൻ്റെ ഡയറക്ടർ. എന്താ പറയുക, പടത്തെ വെച്ച് എന്താ പറയുക, ഇത് ഗംഭീര സിനിമ, വളരെ അടിപൊളി സിനിമയാണ്. അതൊക്കെ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അത് ഗംഭീര സിനിമ. നെഗറ്റീവ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പോസിറ്റീവ്സ് തന്നെയാണ് ഉള്ളത്. പോസിറ്റീവ് ഓഫ് കോഴ്സ് മമ്മൂക്കാർ പെർഫോമൻസ് തന്നെയാണ്. ട്രെയിലർ നമ്മൾ കണ്ടതാണ്, പുള്ളിക്കാരുടെ ഒരു ഡെവിലിഷ് ക്യാരക്ടർ. അതിന്റെ എക്സ്ട്രീമാണ് സിനിമകളിൽ. എനിക്ക് പേഴ്സണലി തോന്നിയ മമ്മൂക്കാരുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ എവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെയോ മെഗാസ്റ്റാറിനോ ഒന്നും എവിടെയും കാണില്ല. ഒരു ക്യാരക്ടർ, ആ പോറ്റി എന്നുള്ള ക്യാരക്ടർ, അത് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് പുള്ളി പ്ലേസ് ചെയ്തിട്ടുള്ളത്. വേറെ ലെവൽ പെർഫോമൻസുകളായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തായാലും സിദ്ധാർത്ഥ ആയാലും അർജുൻ അശോകനായാലും ഗംഭീരമായിരുന്നു. അടിപൊളി പെർഫോമൻസ്. അതാകെ 7-8 ക്യാരക്ടേഴ്സ് ഉള്ളു മൊത്തത്തിൽ തന്നെ. മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ് തന്നെയാണ് ത്രൂ ഔട്ട് ഉള്ളത്. പക്ഷെ 3 പേരും കൂടി ആ പെർഫോമൻസും സ്റ്റോറി ലൈൻ കൊണ്ട് അത് എൻഗേജിങ് ആക്കി എന്നുള്ളതാണ്. ആ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പിന്നെ പറയാനുള്ളത് മ്യൂസിക്കാണ്. ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക് ചെയ്തുള്ളത്. ഗംഭീരം, ഒരു രക്ഷയില്ല. ഒരു ഹൊറർ മൂവിക്ക് പറ്റിയ ഒരു മ്യൂസിക്കിന് ഒരു അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 10 മിനിറ്റ്സിൽ എനിക്ക് മനസ്സിലാവും എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ആ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുള്ള ഒരു മ്യൂസിക് ഒക്കെ ഭയങ്കര. അവിടെ നിങ്ങൾ തുടങ്ങും പുള്ളിക്കാരൻ. പിന്നെ അത് അഴിഞ്ഞാട്ടമാണ് മ്യൂസിക്, BGM. പിന്നെ അതിൽ കുറച്ച് പാട്ടുകളുണ്ട്, അതും ഉണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറി ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, കാരണം അതൊരു ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ഹൊറർ ഒരു ത്രില്ലർ സിനിമയായി കൊണ്ട് തന്നെ സ്റ്റോറി ഒന്നും പറയുന്നില്ല. സ്റ്റോറി നിങ്ങൾ കണ്ടു നോക്കുക. നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നമുക്കറിയാലോ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് കണ്ടു നോക്കാണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. അത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ഒരിക്കലും OTT മൂവി അല്ല. ഇതൊരിക്കലും ഒരു OTT മൂവി അല്ല. അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. ഗംഭീരം സ്റ്റോറി, ഗംഭീരം, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തുമ്പാദ് മൂവി പറയാം. ഹിന്ദി തുമ്പാദ് മൂവിയിലെ ആ ഒരു, എന്താ പറയുക, സ്റ്റോറി സെയിം ഒന്നല്ല, പക്ഷെ കൈൻഡ് ഓഫ് ജോണർ സെയിം ആണ്. ഒരു ത്രില്ലർ ഹൊറർ കൈൻഡ് ഓഫ് ആണല്ലോ. ആ കൈൻഡ് ഓഫ് ജോണർ തന്നെയാണ് പ്രമേയവും. അപ്പൊ അതും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി. അത് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇങ്ങനത്തെ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കാണേണ്ടതാണ്. തിയേറ്ററിക്കൽ വാച്ചാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതേ ഉള്ളൂ. ബൈ ബൈ.